ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല അടിപൊളി ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കി നോക്കാം. ഭയങ്കര എളുപ്പമാണ്, ഭയങ്കര രുചിയാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാകുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു സാധനം മാർക്കറ്റിൽ നിന്ന് വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനത്തിനേക്കാൾ എന്തായാലും രുചിയായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ അത്രമാത്രം അതിൻ്റെ അടുത്ത് സ്നേഹവും അതിൻ്റെ പുറത്ത് നല്ല ഇൻഗ്രീഡിയൻസും എല്ലാം ഇട്ടിട്ടല്ല ഉണ്ടാക്കുന്നത്. വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന ചിക്കൻ കട്ട്ലറ്റിൽ ചിലപ്പം ചിക്കൻ മാത്രമായിരിക്കില്ല, സോയാ ചങ്ക്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ പ്യുവർ ചിക്കൻ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഭയങ്കര രുചിയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നമുക്കപ്പോൾ അടുക്കളയിലോട്ട് പോയാലോ? അതിന് മുമ്പ് കൂട്ടുകാരാരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. ആൻഡ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് മാത്രമല്ല, ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം. ഓക്കെ, കമൻസ് ഇടാൻ മറക്കരുത്. അപ്പോൾ പോയാലോ? നല്ലതാണോ? ടേസ്റ്റി? ഓക്കെ. അപ്പോൾ ചിക്കൻ കട്ട്ലറ്റിന് വേണ്ടത് ചിക്കൻ. അപ്പോൾ ഞാനൊരു 400 ഗ്രാംസിൻ്റെ ഒരു പാക്കറ്റാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്, ചിക്കൻ ബ്രസ്റ്റ്. എന്നിട്ട് അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം വരും. ആ വെള്ളത്തിലിരുന്ന് വെന്ത് നമുക്ക് വെള്ളം വറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവുന്നുണ്ട്. അത് കൂടാണ്ട് നമുക്ക് വേണ്ടത് ഒരു സവോള, ഒരു ചെറിയൊരു പീസും കൂടി ഉണ്ടായിരുന്നു, അതും കൂടി ഞാൻ എടുത്തു. പിന്നെ ഇത്രയുള്ള ഒരു ഇഞ്ചി പീസ്, പിന്നെ പച്ചമുളക്. അത് ഞാൻ അരിയുമ്പോൾ എരിവ് അനുസരിച്ചിട്ട് ഞാൻ എടുക്കും കേട്ടോ. ഞാൻ ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട് തൽക്കാലം. ഇതിൻ്റെ അകത്ത് വേറെ മുളക് പൊടിയൊന്നും ഇടുന്നില്ല, കുരുമുളക് പൊടിയും പച്ചമുളകുമാണ് അതിൻ്റെ രുചി. പിന്നെ വേണ്ടത് നമുക്ക് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഇത് ഞാൻ കുറച്ച് കൂടുതൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചത് എത്ര എടുത്തതെന്ന്. ചിലപ്പോൾ ഇത് മൊത്തം എടുക്കില്ല, ഒരു കൈപ്പിടി നിറച്ച് ഇത്രയും മതി നമുക്ക് വെളുത്തുള്ളി. ഓക്കെ, ഇത്രയും ഞാൻ എടുക്കത്തില്ല കേട്ടോ, ഒടിച്ചു വെച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ചിക്കൻ വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇതെല്ലാം അരിയട്ടെ. ഇത് സവോള ചെറുതായിട്ട് അരിയേണ്ടത്, എല്ലാം ചെറുതായിട്ട് അരിയേണ്ടത്. അപ്പോൾ അരിഞ്ഞതിന് ശേഷം കാണിക്കാം. അപ്പോൾ ഇതിങ്ങനെ വെന്തിട്ടുണ്ട് ചിക്കൻ, വെള്ളം ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയിലൊന്ന് തണുത്തതിന് ശേഷം ഒന്ന് ആക്കി എടുക്കണം. അങ്ങനെ അരച്ച് പേസ്റ്റ് ആക്കാനല്ല, ജസ്റ്റ് ഒന്ന് അതൊന്ന് ഇതിലായിട്ട് വിട്ട് വരും. അപ്പോൾ അങ്ങനെ ഒന്ന് ആക്കിയെടുക്കണം. പിന്നെ ഒരു 200 ഗ്രാം ഒരു 4 കൊച്ച് നമ്മുടെ പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. സ്കിൻ കളഞ്ഞ് ഞാൻ എടുക്കും. ഇത് എന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ട്. ചിക്കൻ ഇങ്ങനെ പൊടിയായിട്ട് ഒന്ന് മിക്സിയിൽ കറക്കി എടുത്തിട്ടുണ്ട് തണുത്തതിന് ശേഷം. ഇപ്പോൾ കണ്ടോ, ബ്രെഡ് ക്രംസ് പോലെ ഇല്ലേ. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി അതേപോലെ മിക്സിയിൽ ഓരോ പ്രാവശ്യം. ഓക്കെ, പിന്നെ ഉള്ളി അരിഞ്ഞിട്ടുണ്ട്, പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാനൊരു നല്ല എരിവുള്ള പച്ചമുളക് ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് ഞാൻ തൊലിക്കാനായിട്ടിരിക്കുക. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് നമുക്ക് അടുത്തത് വഴറ്റുന്ന കാണിച്ചു തരാം. അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2-2.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് വഴറ്റിയെടുക്കാനുണ്ട്. പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഉള്ളി എല്ലാം കൂടി വഴറ്റിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നല്ല എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമുളക് ഇട്ട് കൊടുക്കും. പച്ചമുളകിൻ്റെ വലിയ വീര്യം കുറഞ്ഞു കിട്ടും, നല്ല ഒന്ന് മൊരിഞ്ഞ് ആ എണ്ണയിൽ മുഴുവൻ നല്ല ചില്ലി ഫ്ലേവർ വരും. അപ്പോൾ അതിന് ആദ്യം പച്ചമുളകാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്.
എണ്ണയിൽ കിടന്ന് പച്ചമുളക് നല്ല വഴലട്ടെ. നല്ല മുരിയണം. ഏകദേശം നമ്മൾ വറുത്തെടുക്കുന്ന പോലെ വരണം. മുളകാണ് അടുത്തൊന്നും പോയി നിൽക്കരുത്, ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. അപ്പോൾ ഇത് നല്ല വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന അരിഞ്ഞല്ല കേട്ടോ, ഞാൻ ചതച്ചെടുത്ത മിക്സിയിൽ. അപ്പോൾ അതിട്ട് കൊടുക്കും. വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടി കിടന്ന് വഴലുന്ന നല്ലൊരു മണം വരുന്നുണ്ട്. നമ്മുടെ ആ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷമാണ് നമ്മൾ സവോള അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. പച്ചമണം വന്നാൽ കൊള്ളില്ല, ടേസ്റ്റ് വരില്ല. നല്ല ചിക്കൻ കട്ട്ലറ്റ് വേണമെങ്കിൽ ഭയങ്കര വിലയാണ്. ഞാൻ ഈ താഴെ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്നതൊക്കെ ഒരു കട്ട്ലറ്റ്, നല്ല ചിക്കൻ കട്ട്ലറ്റ് 27 രൂപയാണ്. അപ്പോൾ അതൊക്കെ നല്ല കൂടുതലല്ലേ. നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. ഞാൻ സവോള ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതല്ലേ. ഈ ശകലം ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാമല്ലോ. ഇതൊന്ന് നമുക്ക് നല്ല ഒന്ന് വെന്ത് കിട്ടണം. വെന്ത് കിട്ടണമെന്ന് പറഞ്ഞാൽ ഉള്ളി ഒന്ന് നല്ല സോഫ്റ്റ് ആവണം. ഞാനൊരു കാര്യം ചെയ്യാൻ പോകാം. ഇനി കുറച്ച് നേരം ഒന്ന് 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാൻ പോവാം. ആ നേരം കൊണ്ട് നമുക്ക് ഇത് പൊട്ടറ്റോയുടെ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളഞ്ഞ് വയ്ക്കാം. ഇപ്പം നല്ല തണുത്തിരിക്കുക. ഞാനിങ്ങനെ രണ്ടായിട്ട് കീറിയിട്ട് ഒരു വലയുണ്ട്, ആ വലയിൽ ഇട്ട് വെള്ളം ഇങ്ങനെ വെള്ളത്തിലിട്ട് വേവിക്കില്ല, ആ വലയുടെ അടിയിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ ചെയ്തിട്ട് ഒരു 3-4 വിസിലേക്ക് ഏൽപ്പിച്ചെടുക്കും. അപ്പോൾ എനിക്ക് വെള്ളത്തിലിട്ട് വേവിക്കുമ്പോൾ ഒരു വെള്ളത്തിൻ്റെ അംശം ഇങ്ങനെ വരും, അതെനിക്കിഷ്ടമല്ല. അപ്പോൾ ഇത് ഏകദേശം ആവിയിലിരുന്ന് വെന്ത് കിട്ടുന്ന ഒരു രീതിയിലാണ് നമുക്ക് ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടുന്നത്. വെള്ളത്തിലിട്ട് വേവിക്കാതിരിക്കാൻ ശ്രമിക്കുക. കട്ട്ലറ്റ് ശരിക്കും എളുപ്പമാണ്, അങ്ങനെ വലിയ പാടുള്ള പണിയൊന്നുമല്ല. എല്ലാ സാധനവും അരിഞ്ഞെല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ്. തുറന്നു നോക്കിയാലോ.
ഉള്ളി നല്ലൊന്ന് സോഫ്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ അതിന് മുമ്പ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളക് പൊടിയാണ്. ശരിക്കും കുരുമുളക് എൻ്റെ കയ്യിലിരിക്കുന്നത് നല്ല നൈസായിട്ട് പൊടിച്ചതാണ് കേട്ടോ. ശരിക്കും അതിൻ്റെ ആവശ്യമില്ല. ഇച്ചിരി തരയിരിപ്പോളം നമ്മൾ പൊടിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്, നല്ല രുചി വരുന്നത്. ഇപ്പം എൻ്റെ കയ്യിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, പൊടിച്ച് വെച്ചു പോയി. അപ്പം ഞാനൊരു 2 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി എരിവ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പച്ചമുളകിനും എരിവുണ്ട്, കുരുമുളകിനും എരിവുണ്ട്. അപ്പം അത് കാരണം ഞാൻ വേറെ ഇതിടില്ല, മുളക് പൊടിയൊന്നും ഇടില്ല. ഇനി നമുക്ക് ഇതിട്ട് കൊടുക്കാം. നമ്മുടെ പൊടിയായിട്ട് ഇരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. വഴറ്റി കൊടുക്കാം. വെന്ത ചിക്കനാണ്, എന്നാലും നമ്മൾ ഇട്ട എല്ലാം കൂടി ഒന്ന് തട്ടിപ്പൊത്തി മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് അങ്ങനെ അടച്ചിരുന്നിട്ട് ഒന്ന് വെന്തോട്ടെ. എന്നിട്ട് നമുക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം ഉപ്പുണ്ടോ മുളകുണ്ടോ എല്ലാം ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ഇച്ചിരി എരിവ് കൂടി നിന്നാലും ഉപ്പ് കൂടി നിന്നാലും കുഴപ്പമില്ല. നമുക്ക് ഉരുളക്കിഴങ്ങ് ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ കൂടെ മാഷ് ചെയ്തിടാനാണ്. പിന്നെ ചിലപ്പോൾ ഒരു ബ്രെഡ് സ്ലൈസും കൂടി പൊടിച്ച് ഇതിൻ്റെ കൂടെ ഇടും ഞാൻ, ഒരു ബൈൻഡിങ് കിട്ടാനായിട്ട്. ബൈൻഡിങ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ബ്രെഡ് സ്ലൈസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഒന്ന് നനച്ചിട്ട് ഇടുകയോ അല്ലെങ്കിൽ നനവ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. നല്ല ബൈൻഡിങ് കിട്ടുകയും ചെയ്യും. നല്ല ഒന്ന് മിക്സ് ചെയ്യട്ടെ. ഇനി ഒന്ന് തട്ടിപ്പൊത്തി അങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കാണാം. ഓക്കെ, അപ്പം നമുക്ക് അത് ചിക്കൻ വേവുന്നതിൻ്റെ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ബ്രെഡ് പൊടിച്ചെടുക്കാം. ഇത് സാധാ നമ്മുടെ ബ്രെഡാണ്, ഇച്ചിരി പഴകിയ ബ്രെഡാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇതിന് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത് പഴകിയ ബ്രെഡാണ്. അപ്പം ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പിച്ചി അങ്ങ് ഇടുക. ഓക്കെ, തൽക്കാലം മാറ്റി വയ്ക്കാം. എന്നിട്ട് ജസ്റ്റ് നമുക്ക് ഇപ്പുറത്തോട്ട് തിരിച്ചാൽ മതി, പൾസ് ചെയ്താൽ മതി. അതിനാണ് കേട്ടോ ഞാൻ കിർന്ന് പറയുന്നത്. അപ്പം ഞാൻ കിർ വെച്ചെടുത്തിട്ടുണ്ട്. എന്തെല്ല ബ്രെഡ് ക്രംബാണ് കിട്ടുന്നതെന്ന്. നമുക്ക് വെളിയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട, നല്ല സൂപ്പർ ബ്രെഡ് ക്രംസ് കിട്ടും. കണ്ടോ? ഇനി ഇതും കൂടി അങ്ങ് അതുപോലെ അടിച്ചെടുക്കാം. അപ്പോൾ ഇത് കണ്ട സൂപ്പറല്ലേ. അപ്പോൾ ഇങ്ങനെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പഴയ ബ്രെഡ് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. ഭയങ്കര സൂപ്പറാണ്, നമുക്ക് നല്ല രീതിയിൽ കിട്ടുകയും ചെയ്യും. ഓക്കെ, എത്ര ബ്രെഡ് പഴയതാവുന്നോ നല്ലതാണ് കേട്ടോ. എന്ന് വെച്ചാൽ പൂത്ത ബ്രെഡ് വെച്ച് ചെയ്യല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ചിക്കൻ ഞാൻ ഓഫ് ചെയ്തു. ഞാൻ നോക്കിയപ്പോൾ കുരുമുളക് പൊടി, ഉപ്പ് കറക്റ്റാണ്. കുരുമുളക് പൊടി എനിക്കൊരു ശക്കലം കൂടി വേണമെന്ന് തോന്നിയിട്ട് 1 ടീസ്പൂണും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം കുരുമുളക് പൊടി 3 ടീസ്പൂണായിട്ടോ ആഡ് ചെയ്തിരിക്കുന്നത്. നല്ല ഫൈനായിട്ട് പൊടിച്ച മുളക് പൊടി.
ഓക്കെ, ഇതിൻ്റെ കൂടെ ഞാനൊരു സാധനം ചേർക്കും. ഒരു പൊടിക്ക് അധികമൊന്നുമല്ല, ഞാൻ വീട്ടിൽ പൊടിച്ച് വെച്ച ഗരം മസാലയാണ്. ഒരു ശകലം ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. ഗരം മസാലയും കൂടി ഇടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ്. ഒരു പൊടിക്ക് അധികമാവരുത്. വീട്ടിൽ പൊടിച്ച കാരണം അത് ഭയങ്കര വീര്യം കൂടിയ സാധനമാണ്. പക്ഷെ നമ്മളെല്ലാം ഫ്രഷ് സാധനങ്ങൾ വെച്ചിട്ടല്ലേ പൊടിച്ച് വയ്ക്കുന്നത്. അപ്പം അത് കാരണം അത് ഞാൻ ശകലം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊട്ടറ്റോ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് ഫോർക്ക് വെച്ചിട്ട്, ചൂട് പോയി എന്നാലും ഒന്ന് ഫോർക്ക് വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൊട്ടറ്റോ മാഷറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം. ഇപ്പോൾ പൊട്ടറ്റോ മാഷറൊന്നും ഇല്ലെങ്കിലും നമുക്ക് കൈ കൊണ്ട് ചെയ്യാം. ഫോർക്ക് വെച്ചാകുമ്പോൾ എനിക്ക് കുറച്ചത് പെട്ടെന്ന് വിടർന്ന് കിട്ടുന്ന പോലെ തോന്നും. എനിക്കിഷ്ടമാണ് ഫോർക്ക് വെച്ച് ചെയ്യുന്നത്. അതെ, നല്ല പെട്ടെന്ന് മാഷായി കിട്ടും. നല്ല വെന്തതായിരുന്നു. ഇത് നമുക്ക് ഉരുളക്കിഴങ്ങ് നമ്മൾ പേരിന് ചേർക്കുന്നേ ഉള്ളൂ എന്ന് വെച്ചാൽ ഒരു ബൈൻഡിങ് കിട്ടണം, അതിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. നമുക്ക് ഇതെല്ലാം മാഷ് ചെയ്ത് വെച്ചിട്ട് ഈ കൂട്ടിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ പ്ലേറ്റുകൾ കഴുകി വയ്ക്കുന്ന ഒരു ശീലമായിട്ട് കൈ ഏതായാലും കഴുകണം. എന്നാൽ പിന്നെ ആ പ്ലേറ്റും കൂടെ അങ്ങ് കഴുകിയേക്കാം. എന്നെ പോലെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എല്ലാ സ്ത്രീകളും ഇങ്ങനെ തന്നെയായിരിക്കും അല്ലേ? ഇതിന് നല്ല ചൂടുണ്ട്. ഞാൻ ഫാനിൻ്റെ അടിയിലൊന്ന് വയ്ക്കാം. നല്ല സൂപ്പർ ചിക്കൻ കട്ട്ലറ്റിൻ്റെ മസാല റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റെഡിയായി എന്ന് പറയാം. ഇനിയും വേണമെങ്കിൽ നമുക്ക് ബൈൻഡിങ് കുറവാന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസ് കുറച്ചിട്ട് കൊടുത്തിട്ട് അതും കൂടി ഇട്ടൊന്ന് കുഴയ്ക്കും. അപ്പം ആറട്ടെ, ആറിയിട്ട് ബാക്കി പണി നമുക്ക് ചെയ്യാം. അപ്പം ഇത് നല്ല തണുത്തിട്ടുണ്ട്. ഞാനൊന്ന് നല്ല കുഴച്ച് മാഷ് ചെയ്തെടുക്കുവാണ്. പക്ഷെ എല്ലായിടത്തോട്ടും ഉരുളക്കിഴങ്ങ് ആവണ്ടേ. ഓക്കെ, ഇനി ഉരുളക്കിഴങ്ങിട്ട ബൈൻഡിങ് ഉണ്ട്. പക്ഷെ ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ബ്രെഡ് പൊടിയും കൂടി ഇട്ട് കൊടുക്കും. ബ്രെഡ് പൊടി ഇടുമ്പോഴാണ് കറക്റ്റ് ആ ഒരു ചെറിയൊരു മധുരം കിട്ടും കേട്ടോ. നമ്മുടെ നാട്ടിലെ ബ്രെഡിന് നല്ലൊരു മധുരമുണ്ട്. ചെറിയൊരു മധുരം കിട്ടും. ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടി ചെയ്യാം. ഇനി നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമാണെങ്കിൽ ചെയ്യില്ല. ചൈനീസ് സോൾട്ട്. ചിലർ പറയും ചീത്തയാണ്. ഇപ്പം പഠനങ്ങൾ പറയുന്നുണ്ട് ചീത്തയൊന്നും അല്ലാന്ന്. അപ്പം ഞാൻ ഒരു ടീസ്പൂൺ ചൈനീസ് സോൾട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ശക്കലം കൂടി ആയാലോട് അതിലൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഷെഫുമാർ
ചെയ്യുന്ന പോലെ രുചിച്ച് നോക്കിയിട്ട് വേണം എപ്പോഴും നമ്മൾ ആഹാരം ഉണ്ടാക്കാനായിട്ട്. പക്ഷെ എപ്പോഴും രുചിച്ച് നോക്കാൻ പറ്റില്ല. ഞാൻ ഫിഷിൻ്റെ എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ ഫിഷോ മട്ടനോ വല്ലതും ഉണ്ടാക്കുവാണെങ്കിൽ രുചിച്ച് നോക്കില്ല. ബിക്കോസ് ഞാൻ നോൺ വെജ് ഒന്നും കഴിക്കാത്ത ആളാണ്. പണ്ട് കഴിച്ചിരുന്നു, നിർത്തിയതാണ് കേട്ടോ. പക്ഷെ ചിക്കൻ്റെ വല്ലതും പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഉപ്പ് നോക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് നാവിൻ്റെ തുമ്പിൽ തൊട്ടിട്ട് ഞാനങ്ങ് തുപ്പിക്കളയും. അങ്ങനെയാണ് ചെയ്യും. ഇഷ്ടമല്ല എന്തോ. പക്ഷെ കഴിക്കുന്നവരുടെ അവർ സന്തോഷമായിട്ട് നല്ല ടേസ്റ്റായിട്ട് കഴിക്കണമെന്ന് ആഗ്രഹമുള്ള കാരണം അങ്ങനെയൊക്കെ നോക്കി ചെയ്യുമ്പോൾ അവർ കഴിക്കുന്നവർ നല്ല അഭിപ്രായം പറയുമ്പോഴൊക്കെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ. ഫാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത്ര നേരം. ഫാൻ ഇട്ടിരിക്കുന്ന കാരണം വോയിസ് ക്വാളിറ്റി ശരിയാവില്ല. അപ്പം എന്തെങ്കിലും വോയിസിന് കുഴപ്പം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഉപ്പിട്ടിട്ട് നല്ലപോലെ കുഴച്ചില്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഉപ്പായി പോവില്ലേ. നമ്മൾ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ചെറിയ ചെറിയ ഉരുളകളിലായിട്ട് ഉരുട്ടാം. ആദ്യം നമുക്ക് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയിട്ട് പിന്നെ അതിനെ പരത്താം. അപ്പോൾ അത് 2 മുട്ട എടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് അടിച്ച് വെക്കണം. ഇതിൽ മുക്കിയാണ് എടുക്കേണ്ടത്. നമുക്ക് ഇതിനെ ഒരു നമ്മുടെ വർക്ക് സ്റ്റേഷനായിട്ട് കാണുക. അപ്പോൾ എങ്ങനെ ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ മുട്ടയിലൊന്ന് മുക്കണം. അപ്പം മുട്ടയിൽ മുക്കുന്ന ആദ്യം ഇരിക്കണം. ഓക്കെ. അടിച്ചെടുത്തിട്ട് നല്ലപോലെ മിക്സ് ആയിരിക്കും. പതപ്പിക്കൊന്നും പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ ബ്രെഡ് ക്രംസിന് നമ്മൾ കുറച്ച് ബ്രെഡ് ക്രംസ് ഇങ്ങനെ എടുത്ത് ലൈൻ ചെയ്തിടുക. പിന്നെ വേണ്ടത് നമ്മുടെ ഒരു ഷീറ്റ്, നമ്മൾ പാത്രം എടുത്തിട്ട് ഞാനൊരു ബേക്കിംഗ് ഷീറ്റാട്ടോ ഇട്ടിരിക്കുന്നത്. ഇത് താഴെ വെച്ചിട്ട് ഇതിൻ്റെ പുറത്ത് ഞാൻ വയ്ക്കും. അത് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചത് എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ഏറ്റവും അറ്റത്ത് വയ്ക്കും. നിങ്ങൾക്ക് കാണാവോ? ഇങ്ങനെയാണ് എൻ്റെ വർക്ക് സ്റ്റേഷൻ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് ഒരെണ്ണം എടുക്കുക. കാണാമല്ലോ? ഇനി ഇത് നമ്മളൊന്ന് ചെറുതായിട്ട് നമുക്ക് ഏത് ഡിസൈനിലാണോ വേണ്ടത് അങ്ങനെ, നമുക്കിപ്പോൾ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ വേണോ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ, നമുക്ക് റൗണ്ടായിട്ടാണോ വേണ്ടത് റൗണ്ടായിട്ട്, എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇതിനെ റൗണ്ട് ഷേപ്പിലാട്ടോ ആക്കിയെടുക്കുന്നത്. റൗണ്ട് ഷേപ്പിലാക്കി ഞാൻ കുറച്ചങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുക എളുപ്പത്തിന് വേണ്ടിയിട്ട്. കയ്യിൽ ബ്രെഡ് ക്രംസ് ആയാൽ പിന്നെ കുറച്ച് പാടാം. ഒരുപാട് പരത്തും. നമ്മൾ ഇതിലിടുമ്പോൾ ഒന്ന് പരത്തി എടുത്താൽ മതി. ബാക്കി ജസ്റ്റ് ഒന്ന് പരത്തി വെച്ചാൽ മതി. സൈഡ്സൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് റെഡിയാക്കി ഞാനിങ്ങനെ വയ്ക്കും. എന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇനിയും ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊന്ന് ഡിപ്പ് ചെയ്യും. ഈ റൈറ്റ് ഹാൻഡാണ് ഞാൻ ഡിപ്പിങ്ങിന് യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ പിന്നെ ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ടായിരിക്കും പൊടിയിലിടുന്നത്. കണ്ടോ? എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. 2 സൈഡും ഒന്ന്
നല്ല പ്രസ് ചെയ്ത് സൈഡ്സും ഒന്ന് ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കും. അപ്പോഴാണ് എല്ലായിടത്തും ആവുന്നത്. എന്നിട്ട് നമ്മുടെ ആവശ്യത്തിന് തിക്നെസ് കിട്ടിയെന്ന് നമുക്ക് ആയി കഴിയുമ്പോൾ നമുക്കിത് ഇതിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ ബാക്കിയുള്ളതും കൂടി ഈ കയ്യിൽ നമുക്ക് ബ്രെഡ് പൊടി ആക്കില്ല. അങ്ങനെ ബ്രെഡ് പൊടി ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൂടി കുഴഞ്ഞിരിക്കും, നമുക്ക് ഒന്നും ശരിക്കും കിട്ടില്ല. അതൊന്ന് പ്രസ് ചെയ്ത് സൈഡ്സൊക്കെ ഒന്ന് ഇതാക്കി കൊടുത്തിട്ട് വെച്ച് കൊടുക്കും. ഇനി ഇത് കണ്ടോ, ഒരു ലെയർ നമ്മുടെ നിറഞ്ഞു. പിന്നെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അടുത്ത ലെയർ ഇടുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇതിനെ ഒന്ന് ലൈൻ ചെയ്യും, അടുത്ത പേപ്പർ വെച്ച്. അപ്പോൾ ഇത് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനായിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും. ഫ്രീസറിൽ നിന്ന് നമുക്ക് ഓരോ ഇതായിട്ട് എടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. മറ്റേതെല്ലാം കൂടി ഒട്ടിപ്പിടിച്ചു പോകും. ഇതാവുമ്പോൾ നമുക്ക് സുഖമായിട്ട് ലൈൻ ചെയ്ത് എടുത്ത് വെക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു ഗുണം. അപ്പം ഇങ്ങനെ ഞാനെല്ലാം ചെയ്തിട്ട് കാണിച്ചു തരാം. അത് ഇത്രയും പൊടി മിച്ചം വന്നിട്ടുണ്ട്. നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഉപയോഗിക്കാനുള്ളതുണ്ട്. അപ്പം നമ്മൾ ഒരു പ്രാവശ്യത്തേക്ക് ഉണ്ടാക്കുവാണെങ്കിൽ 10 കഷ്ണം ബ്രെഡൊന്നും വേണ്ടി വരില്ല കേട്ടോ. ഒരു 6 കഷ്ണം ബ്രെഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളത് കിട്ടും. അപ്പം ഞാൻ ബാക്കിയുള്ളത് ഒരു ടൈറ്റ് കണ്ടെയ്നറിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ബ്രെഡ് ക്രംബ് ക്രോട്ട് ചെയ്തെടുക്കാനുള്ള എന്തെങ്കിലും ഒരു ഡിഷിന് അല്ലെങ്കിൽ ഈ ഒരു പ്രാവശ്യം കൂടി കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇത് നിറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു 27 അല്ല കേട്ടോ, 3 ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പം 6 വെച്ച് 18 എണ്ണം, ഒരെണ്ണം എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ഏതെങ്കിലും ഒരെണ്ണത്തിന് വലിപ്പം കൂട്ടുവാണെങ്കിൽ കറക്റ്റ് 18, ഇത് 19 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വിശക്കുന്നു എന്ന് പറഞ്ഞാൽ 2 ബ്രെഡിൻ്റെ അകത്ത് വെച്ചിട്ട് ബർഗർ പോലെ ആക്കി ഇത്തിരി മേയോൻ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ വെറുതെ കട്ട്ലറ്റായിട്ട് കഴിക്കാനാണെങ്കിലും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഓക്കെ, ഇത്തിരി ഒന്ന് കൂട്ടട്ടെ. ഇതൊക്കെ വറുത്ത് വരുമ്പോൾ നല്ല മണം വരുന്നുണ്ട്. ഇത് ഞാൻ വറുക്കുന്ന പാറുവിന് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പാറു സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പാറുവിന് 2 എണ്ണം വറുത്ത് കൊടുക്കാമെന്ന് വെച്ചു. നല്ല ആയിട്ടുണ്ട്. അടിപൊളി കട്ട്ലറ്റ് കണ്ടോ.
ഒരു നാപ്കിനിലോട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആ എണ്ണ അങ്ങ് എക്സ്ട്രാ എണ്ണ അങ്ങ് പൊക്കോളും. ഇനി പാറുവിന് ഇതിൻ്റെ കൂടെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേയമാണ് വേണ്ടത്. മേയോ കൂട്ടി കഴിക്കുന്ന ആളാണ്. സോസ് വേണ്ട. പിള്ളേർക്ക് കൊടുക്കാൻ പറ്റിയ സ്നാക്കല്ലേ പറഞ്ഞു. ഹലോ ഗായ്സ്, ഞാൻ കട്ട്ലറ്റ് കഴിക്കാൻ പോവാന്ന് അമ്മ തന്നെ. കട്ട്ലറ്റ് ചിക്കൻ കട്ട് പിന്നെ മേയോ സോസ് ഉണ്ട് ഇവിടെ. മേയോ മേയോ ഓക്കെ. നമ്മൾ കഴിക്കാൻ പോയി. മുക്കി കഴിച്ചോ. ചൂടാണ്. നല്ലാണോ? ടേസ്റ്റി? ഓക്കെ. താങ്ക് യു പാറു for liking my cutlets.